സോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഗൈസ്. ഇന്ന് രാവിലെ ഇപ്പോൾ 7 മണിയായി. 7 മണിയൊക്കെ ആയപ്പോൾ നമ്മുടെ ക്യാൻറ്റീനിൽ ഫുഡ് തരുന്ന സ്ഥലത്ത് ചായ കുടിക്കും. ജസ്റ്റ് ചായ കുടിക്കാറില്ല, അതിന് ചൂടായിട്ടൊന്നും കഴിച്ചിട്ടില്ല ഇതുവരെ. അതുകൊണ്ട് തന്നെ അങ്ങോട്ടൊന്ന് പോയി ചായയോ ഇതിൽ കടിയോ എന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കാം. അത് എണീച്ചിട്ടില്ല, ഉറക്കമാണ്. സോ ഇന്നത്തെ ആദ്യത്തെ പ്രോഗ്രാം എന്ന് പറയുന്നത് സ്കൂബ ഡൈവിംഗ് ആണ്. 8 to 9 ആണ് ഫുഡ്. അപ്പോൾ 8 മണിക്ക് തന്നെ ഷാർപ്പായിട്ട് ഒന്ന് ഫുഡ് കഴിച്ച ശേഷം കുറച്ച് നേരം വെയിറ്റ് ചെയ്ത് 9:30ക്കാണ് സ്കൂബ ഡൈവിങ്ങിന് വേണ്ടിയിട്ട് ചെല്ലാൻ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അത് കഴിഞ്ഞിട്ടുള്ള ആക്ടിവിറ്റീസൊക്കെ ഇവർ പറഞ്ഞിരുന്നു. ഈ ബിൽഡിങ്ങിലാണ് നമ്മുടെ ഫുഡ്സൊക്കെ സെർവ് ചെയ്യുന്നത്. ഇന്നലെ രാത്രി വെച്ച് നോക്കുന്നതിനേക്കാളും വെള്ളമൊക്കെ ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. ഇന്നലെ നൈറ്റ് ആ തടി മേളൊക്കെ മുങ്ങിയാണ് കിടന്നിരുന്നത്. അപ്പോൾ വെള്ളം ഇറങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ രാവിലെ തണുപ്പുണ്ട് കേട്ടോ, കുഴപ്പമില്ല, അത്യാവശ്യം നല്ല തണുപ്പുണ്ട്. ഇവിടെയൊക്കെ ആൾക്കാരൊക്കെ എണീച്ച് വരുന്നേ ഉള്ളൂ. രാവിലെ സൺറൈസ് കാണാൻ പറ്റിയില്ല ഇന്ന്. ശരിക്കും പറഞ്ഞാൽ സൺസെറ്റ് കാണുന്നത് ഇവിടെയും സൺറൈസ് കാണുന്നത് പുറകിലൊക്കെ നല്ലതാണ്. അപ്പോൾ സൺറൈസ് എന്ന് പറയുമ്പോൾ 6:30 ആകുമ്പോൾ സ്റ്റാർട്ടാകുമെന്നാണ് പറഞ്ഞിരുന്നത്. കാണാൻ പറ്റിയില്ല, പക്ഷേ ഇത് വല്ല കാറുണ്ട് കേട്ടോ. മേഘങ്ങൾ ഒരുപാട് നിൽക്കുന്നതുകൊണ്ട് കാണാമെന്ന് അറിയില്ല. നാളെ ട്രൈ ചെയ്ത് നോക്കാം. കടലൊക്കെ ഒരുപാട് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. ഇന്നലെ നമ്മളൊരു 10 മണിയൊക്കെ ആയപ്പോൾ വന്ന സമയത്ത് ആ കാണുന്ന പാറയില്ലേ, അതിൻ്റെ ഇപ്പുറത്ത്, അതായത് ഇങ്ങോട്ടൊക്കെ നല്ല രീതിയിൽ വെള്ളം ഉണ്ടായിരുന്നതാണ്. ഇപ്പോൾ വെള്ളമൊക്കെ നല്ല രീതിയിൽ ഇറങ്ങിയിട്ടുണ്ട്, ഒരുപാട് ഇറങ്ങിയിട്ടുണ്ട്. ഇവിടുത്തെ വെള്ളം എന്ന് പറയുന്നത് നല്ല പ്യുവറാണ്. നല്ല രീതിയിൽ നമുക്ക് അടുത്തിട്ടൊക്കെ കാണാൻ പറ്റും. ഒരുപാട് നേരം ആഴമില്ലാത്ത കടലാണ്, അത് നമുക്ക് കാണാൻ പറ്റും ഇവിടെയൊക്കെ. പിന്നെ മണ്ണ് നല്ല കോവളത്തുള്ളവരൊന്നുമില്ല, കുറേ കൂടെ തരിയായിട്ടുള്ള മണ്ണ്. ഒട്ടിപ്പിടിച്ചാൽ ഒരുപാട് നേരം ഇരിക്കത്തില്ല. കോവളത്തൊക്കെ അറിയാലോ, ഒട്ടിപ്പിടിച്ച് കുറേ നേരം ഇരിക്കിട്ട് ഡ്രൈ ആയി കഴിഞ്ഞാൽ ജസ്റ്റ് തട്ടി അങ്ങ് പിക്കോളും. അത്രയ്ക്ക് നല്ല തരിയായിട്ടുള്ള മണ്ണാണ്. ഇവിടെ കണ്ടില്ലേ, ഇവിടെ വരെ മാത്രമേ തിര വരുന്നുള്ളൂ. ഇപ്പോൾ അവിടെ പാറക്കെട്ടങ്ങളൊക്കെ ഉണ്ടാവും, അതുകൊണ്ടാവാം അതുവരെ വരുന്നുള്ളൂ. പക്ഷേ ഇന്നലെ ഈവനിങ് വെള്ളം കയറുമ്പോൾ ഇതുവരെയൊക്കെ തിര വരും. ഇവിടെ ഇപ്പം തിരയൊന്നുമില്ല, ജസ്റ്റ് ഇങ്ങനെ ഓളങ്ങളിങ്ങനെ തല്ലി നിൽക്കുന്ന പോലെ മാത്രമേ ഉള്ളൂ. ഇനി നേരെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടിയിട്ടാണ് പോകുന്നത്. ബ്രേക്ക്ഫാസ്റ്റ് കൊണ്ടുവച്ചിട്ടുണ്ട്. എനിക്ക് പോയി നോക്കണം എന്തൊക്കെയാണ് ഡിഷസ് എന്നൊക്കെ നോക്കട്ടെ. do 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 do.
ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു. ദോശ, ഇഡ്ഡലി, സാമ്പാർ, ചമ്മന്തി. ഇവിടുത്തെ ചമ്മന്തിക്ക് ഒരു പുളിപ്പ് മധുരമൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അത് നമ്മുടെ തേങ്ങ ചമ്മന്തിയല്ല, നല്ലൊരു മധുരം ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു. കൊള്ളായിരുന്നു. പോകുന്നത് സ്കൂബ ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു. ഒരു 9:30 ആകുമ്പോൾ ഒരു സ്ഥലത്ത് അസംബിൾ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ ഡോറൊക്കെ ലോക്ക് ചെയ്തിട്ട് നേരെ പോവാം. കൺസേൺ ഫോമൊക്കെ എഴുതി കൊടുത്തു. അവിടെ പോയിട്ട്, അതായത് വെള്ളത്തിൽ ഇറങ്ങിയിട്ട് ഡൈവ് ചെയ്യാൻ പറ്റില്ലെങ്കിൽ റീഫണ്ടൊന്നും അവൈലബിൾ ആയിരിക്കില്ല എന്നുള്ള കൺസേൺ ഫോംസ് ഒക്കെ ചെയ്തു. പിന്നെ കുറച്ച് മെഡിക്കൽ കണ്ടീഷൻസിൻ്റെ കേസൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എങ്കിൽ ചെയ്യാൻ പറ്റും. ഒരു 6 to 5 മീറ്റർ വരെ പോവാം. എല്ലാം വെതർ കണ്ടീഷൻ അനുസരിച്ചിട്ടാണ്. നല്ല മഴയുടെ കോളുണ്ട്. അപ്പോൾ അതുകൊണ്ട് അറിയില്ല, അകടിയിൽ കലങ്ങിയിട്ടല്ലെങ്കിൽ നമുക്ക് നല്ല രീതിയിലെല്ലാം കാണാൻ പറ്റും. വീഡിയോസൊക്കെ എടുക്കും. അതൊന്നും തിരിച്ചിരിക്കും. സമയത്ത് നല്ല കാറ്റും മഴയും സെറ്റായിട്ട് പോകുന്നത്. നല്ല കാറ്റാണ് കേട്ടോ. ഇവിടെ ഇല്ല, ഇപ്പുറത്തെ സൈഡ് കാറ്റില്ല. നമ്മൾ സ്കൂബ ഡൈവിങ് പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പുറത്തെ ബീച്ചിലാണ്. അപ്പോൾ അവിടെ ഭയങ്കര കാറ്റാണ്. ഭയങ്കര കാറ്റും ചെറിയ രീതിയിലുള്ള മഴയൊക്കെ ഉണ്ട്. എന്താണെന്നറിയില്ല, ഇവിടെ മഴയില്ല, അപ്പുറത്ത് ചെറിയ മഴയും നല്ല കാറ്റും. അപ്പോൾ അങ്ങനെ കുറച്ച് ഡിലേ ആയിട്ട് നിൽക്കുക, വെയിറ്റ് ചെയ്ത് നിൽക്കുക. ഇവിടെ ചെറിയ വെയിലൊക്കെ ഉണ്ട് കേട്ടോ. അങ്ങനെ നിൽക്കുക. ചെറിയ നല്ല മഴയുണ്ട് കേട്ടോ. അപ്പുറത്തെ സൈഡ് ഇല്ല. അവർ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫോണൊന്നും കൊണ്ട് പോകണ്ട, വെച്ചിട്ട് പോകുമെന്നാണ് പറയുന്നത്. ബാഗ് എടുത്തിട്ടുണ്ടായിരുന്നു. മഴയത്താണെങ്കിൽ ഫോൺ വെച്ചിട്ട് പോയിട്ട് വന്നിട്ടുള്ള വിശേഷം. സോ അങ്ങനെ സ്കൂബ ഡൈവിംഗ് ഒക്കെ കഴിഞ്ഞിട്ട് വന്നു. ക്ലൈമറ്റൊക്കെ ഏകദേശം മഴയൊക്കെ മാറി സെറ്റായിട്ട് വന്നു. നല്ല കാറ്റുണ്ട്. സ്കൂബ ഡൈവിംഗ് നല്ല രസമുണ്ടായിരുന്നു. ഞാൻ ഫോൺ എടുത്തില്ലായിരുന്നു. ആ സമയത്ത് മഴയുള്ളതുകൊണ്ട് ഞാൻ ഇവിടെ വയ്ക്കാൻ പറ്റുമെന്നുള്ളൊരു കൺഫർമേഷൻ ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഫോൺ എടുത്തില്ല. ഫോൺ എടുക്കാതെയാണ് പോയത്. അതുകൊണ്ട് വീഡിയോസ് ഒന്നും എടുത്തില്ല. അണ്ടർ വാട്ടർ കുറേ വീഡിയോസിൽ എടുത്തിട്ടുണ്ട്, ഫോട്ടോസ് എടുത്തിട്ടുണ്ടെന്ന് തോന്നുന്നു. അത് അയച്ചു തരും. പിന്നെ പറ അയച്ചു എൻ്റെ എക്സ്പീരിയൻസ്. അജു അവിടെ പോയിട്ട് പേടിച്ചു, വിറച്ച് ബഹളമൊക്കെ വെച്ചിട്ടാണ് തിരിച്ചു വന്നിരിക്കുന്നത്. ഓക്കെ ഓക്കെ, എങ്ങനെ ഉണ്ടായിരുന്നു എക്സ്പീരിയൻസ്? കൊള്ളായിരുന്നു കേട്ടോ. അണ്ടർ വാട്ടർ നല്ല രീതിയിലൊക്കെ അടിയിലോട്ട് പോകാൻ പറ്റും. പിന്നെ ഒരുപാട് ചെറിയ ചെറിയ മീനുകളൊന്നും നമ്മളൊക്കെ അടിക്കും. അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളുണ്ടായിരുന്നു. നല്ല കോറൽസിൽ നല്ല രീതിയിൽ ക്ലിയർ ആയിട്ട് കാണാൻ പറ്റുന്നുണ്ട്. ഞാൻ ഫസ്റ്റ് ടൈമാണ് ചെയ്യുന്നത്. നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. നല്ലൊരു എക്സ്പീരിയൻസാണ്. മസ്റ്റ് ട്രൈ ചെയ്യുക. ലക്ഷദ്വീപ് വരുന്നതെല്ലാം ചെയ്യേണ്ട കാര്യമാണ്. നല്ല ഫിഷ് ബിരിയാണി ആയിരുന്നു. ഫിഷ് ബിരിയാണി കഴിച്ചിട്ട് നേരെ ഒരു റൂമിലാണ്. 4-4:30 ആകുമ്പോൾ അടുത്ത വാട്ടർ ആക്ടിവിറ്റീസ് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത് അവർ. അങ്ങോട്ട് പോകണം. ഡെയിലി ഓൺ ബോട്ടിൽ വെച്ചിട്ട് 1 ലിറ്റർ വെള്ളം നമുക്ക് ഒന്നിച്ച് കിട്ടും. രാവിലെ കിട്ടിയില്ലായിരുന്നു, അതും കിട്ടി. അത് വാങ്ങിച്ചിട്ട് നേരെ ഈ റെസ്റ്റ് എടുക്കട്ടെ. എനിക്ക് നല്ലൊരു സീ സിക്നെസ് ഒക്കെ ഉണ്ടായിരുന്നു. തലയൊക്കെ കറങ്ങി. പിന്നെ കുഴപ്പമില്ല. ഇപ്പോൾ കുറച്ചൊക്കെ കിടന്ന് ഉറങ്ങിയിട്ട് ഒരു 4:30 ആകുമ്പോൾ എല്ലാം പറഞ്ഞു. അത് കുറച്ച് ആക്ടിവിറ്റീസ് എന്തോ ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ആ കാണുന്ന പാറപ്പുറത്താണ് നമ്മൾ രാവിലെ പോയി നിന്ന്. ഒരുപാട് വെള്ളം കയറിയിട്ടുണ്ട്.
ഡ്രസ്സും കാര്യങ്ങളൊക്കെ ഇട്ടു, ലൈഫ് ജാക്കറ്റ്സ്, ഈ സാധനങ്ങൾ ഇട്ടിട്ട് ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുക. ഷാർക്കിൻ്റെ തലയാണ് ഫോട്ടോ എടുക്കുന്നത്. സോ അങ്ങനെ സ്നോർക്കലിംഗ് ഒക്കെ കഴിഞ്ഞു വന്ന് നിൽക്കുകയാണ്. സോ ലക്ഷദ്വീപിലെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ലക്ഷദ്വീപിലെ മേളിലൊന്നും കാണാനില്ല. ചെറിയൊരു ഗ്രാമം, ചെറിയൊരു സിറ്റി എന്നൊന്നും പറയാനില്ല, കുറച്ച് ഗ്രാമം, കാഴ്ചകൾ ഫുള്ള് അണ്ടർ വാട്ടറിലാണ്. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് ഇവിടെ വരുമ്പോൾ നിങ്ങൾ ഏറ്റവും കൂടുതൽ ചിന്തിക്കേണ്ട കാര്യം ആദ്യം സ്നോർക്കലിംഗ് ചെയ്യുക, അത് കഴിഞ്ഞിട്ടാണ് സ്കൂബ ചെയ്യാൻ വേണ്ടി. സ്നോർക്കലിംഗ് ചെയ്യുമ്പോൾ ഒരു ഐഡിയ കിട്ടും അതിൻ്റെ അടി എന്താണെന്നുള്ളത്. സ്കൂബ ചെയ്യുമ്പോൾ ബെറ്ററായിട്ട് സ്നോർക്കലിംഗ് ഒക്കെ കഴിഞ്ഞു. നേരെ പോയി ഫ്രഷായി. ഇവിടെ ചെറിയ രീതിയിൽ മഴയുണ്ട്, വലിയതല്ല, ചെറിയ രീതിയിൽ മഴ. ഇനി ഫുഡ് കഴിക്കണം. ഈ ഔട്ട്ഡോറാണ് ഫുഡ് ഒരു സെറ്റ് ചെയ്യാറ്. ഈ മഴയത്ത് എങ്ങനെയാണെന്ന് അറിയില്ല, പോയി നോക്കട്ടെ. ചോറുണ്ടായിരുന്നു, ചപ്പാത്തി, പിന്നെ ചിക്കൻ, കാല്, ചാറ് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ചെറിയ കാപ്പിയുണ്ട്. അവിടെ നിന്ന് ഒരു തണ്ണിമട്ടൻ ജ്യൂസ്, ഒരു സവനപ്പം വാങ്ങിച്ചു. ഈ സ്ഥലം എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ ഇന്ന് രാവിലെ നമുക്ക് സ്കൂബ ഡൈവിന് ഇൻസ്ട്രക്ഷൻ തന്ന ലൊക്കേഷനാണ്. ഇവിടെ നിൽക്കുക, പുറത്ത് മഴയുണ്ട്, വലിയ മഴയെന്ന് പറയാനില്ല, മഴയുണ്ട്. സോ അങ്ങനെ നിൽക്കുക. നാളത്തെ പ്ലാനൊക്കെ കാലാവസ്ഥ ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. കാലാവസ്ഥ കൺട്രോൾ ആവുന്നത് സ്റ്റാർട്ട് ചെയ്തതാണ്.